നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. പിറന്നാളും മറ്റും ആഘോഷിക്കുന്ന വേളയിൽ ദീർഘായുസ് നേരാൻ ചൊല്ലാവുന്ന സൂക്തമാണ് ആയുഷ് സൂക്തം. മരണമെന്നത് അനിവാര്യമാണെന്ന് തിരിച്ചറിയുമ്പോഴും അകാല മരണത്തെ അകറ്റി നിർത്താനും മരണം വരെയുള്ള കാലം ആരോഗ്യത്തോടെ ജീവിക്കാനുമുള്ള കരുതലുകൾ നാം കൈക്കൊള്ളേണ്ടതുണ്ട്. അതിനായി ചിട്ടയായ ജപവും ആഹാരക്രമവും ശീലിക്കുക. വേദങ്ങളിലെ ഒരു പ്രധാന സൂക്തമാണ് ദേവീ സൂക്തം. സകല ദേവിമാരുടെയും ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന തേജസ്സിൻ്റെ കൂടിച്ചേരലിൽ നിന്നാണ് ദേവിയുടെ ജനനം. സംഘടിത ശക്തിയുടെ പ്രതീകമാണ് ദേവി. എന്നാൽ ദൈവികവും ആധ്യാത്മികവുമായ ഭാവങ്ങൾ വേറെയുമുണ്ട്. ഇനി ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം.
ഭക്തരെ ആപത്തിൽ നിന്ന് രക്ഷിക്കാനും അവർക്ക് മോക്ഷം നൽകാനും അവരെ അനശ്വര നക്ഷത്രങ്ങളാക്കി മാറ്റാനും തയ്യാറാകുന്ന ദേവനാണ് മഹാവിഷ്ണു. തൻ്റെ രണ്ടാനമ്മയുടെ അവഗണനയിൽ പീഡകളും കൊണ്ട് പൊറുതിമുട്ടിയ ധ്രുവൻ എന്ന രാജകുമാരൻ അഭയം തേടിയത് വിഷ്ണുവിനെയായിരുന്നു. ഭക്തിസാന്ദ്രമായ ആ കഥയാണ് ഇന്നത്തെ കഥയമമ്മ വിശദമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വൈശാഖ മാസത്തിൽ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും എല്ലാവരും. വൈശാഖ മാസം എന്നില്ല, എപ്പോഴും കൃഷ്ണകഥകൾ കേൾക്കുക എന്നുള്ളത് ആരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആനന്ദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കഥകളെക്കുറിച്ച് പറയുമ്പോൾ പൊതുവിൽ പറയാറുണ്ട്, കഥ പറയുന്ന ആളുകൾക്കും കഥ കേൾക്കുന്ന ആളുകൾക്കും കഥ പറയാനും കേൾക്കാനും സന്ദർഭം ഉണ്ടാക്കിയ ആൾക്കാർക്കും ഒരുപോലെ ഭഗവാൻ അനുഗ്രഹം കിട്ടുന്നതാണ്. അങ്ങനെ അനുഗ്രഹം കിട്ടുന്ന ആ ഭഗവാന്റെ കഥകൾ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടത് ആരാണ് എന്ന് വ്യക്തിപരമായിട്ട് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം, ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളാണ്, ഈ യുവതലമുറയിൽപ്പെട്ട ആളുകളാണ് ഭഗവാന്റെ കഥകൾ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടത്. കാരണം നമ്മുടെ ഈ സനാതനധർമ്മത്തെ ഭാവിയിൽ ഏറ്റെടുത്ത് അതിൻ്റെ മൂല്യങ്ങൾ ചോർന്നു പോകാതെ അത് ആചരിക്കേണ്ടവർ വരുന്ന തലമുറയിലുള്ള കുട്ടികളാണ്. അപ്പം അവർക്ക് മാതൃകയാകുന്ന കഥകൾ വേണം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. ഭഗവാനിൽ ഭക്തി ഉണ്ടാവാൻ, ഭഗവാനിൽ ഏറ്റവും അധികം വിശ്വാസം ഉണ്ടാവാൻ നല്ല നല്ല കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അവരിൽ തന്നെ ഉദാഹരണങ്ങളുള്ള കഥകൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമം. ആ കഥ കേൾക്കുമ്പോൾ ആ കുട്ടികൾക്ക് തോന്നണം, എനിക്കും ഇതുപോലെ ആയാൻ സാധിച്ചിരുന്നെങ്കിൽ. അങ്ങനെയുള്ള ഒരു കഥയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. മറ്റാരുടെയും അല്ല, സാക്ഷാൽ ധ്രുവന്റെ കഥ. ആ ധ്രുവചരിതമാണ് ലഘുവായിട്ട് നമ്മളിന്ന് നോക്കുന്നത്. ശ്രീമദ് ഭാഗവത്തിൽ പ്രതിപാദിക്കുന്ന ഈ കഥ എളുപ്പത്തിൽ ഒന്ന് ചെറുതായിട്ട് നമുക്ക് നോക്കിയിട്ട് വരാം. ഉത്താനവാദൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 ഭാര്യമാരാണ്. ഒരാളുടെ പേര് സുനീതി, ഒരാളുടെ പേര് സുരുചി. സുനീതി എന്ന് പറയുന്ന ഭാര്യയായിരുന്നു ആദ്യത്തെ ഭാര്യ. അദ്ദേഹത്തിന് ആ ഭാര്യയിൽ ധ്രുവൻ എന്ന് പറയുന്ന മകൻ ജനിക്കുന്നു. സുരുചിയാണെങ്കിൽ രണ്ടാമത് വന്ന ഭാര്യയാണ്. കുറച്ചുകൂടെയൊക്കെ സുനീതിയേക്കാൾ സുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ രാജാവിന് കൂടുതൽ താല്പര്യം എപ്പോഴും ഈ രണ്ടാമത്തെ ഭാര്യയോടായിരുന്നു. സദാസമയവും അവരുടെ അന്തഃപുരത്തിലാണ് കഴിഞ്ഞിരുന്നത്. പക്ഷേ സപത്നിയോട് വിരോധമൊന്നും സുനീതിക്ക് ഉണ്ടായിരുന്നില്ല. എപ്പോഴും സൗഹൃദമായിരുന്നു അവർക്ക് അങ്ങോട്ടുണ്ടായിരുന്നത്. പക്ഷെ സുരുചിയാവട്ടെ സദാസമയവും വിദ്വേഷമായിരുന്നു ഈ സപത്നിയോട്, സുനീതിയോട് വെച്ച് പുലർത്തിയിരുന്നത്. ഒരിക്കൽ ഈ രാജ്യ സദസ്സ് നടക്കുന്ന സമയത്ത് പാവൻ ധ്രുവൻ തൻ്റെ അച്ഛൻ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ സ്നേഹം തോന്നി ആ ഓടി സിംഹാസനത്തിൻ്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് കയറി അദ്ദേഹത്തിൻ്റെ മടിയിൽ കയറിയിരുന്നു. മകനെ കണ്ടപ്പോൾ രാജാവിനാണെങ്കിൽ അതിയായിട്ടുള്ള പുത്രവാത്സല്യം ഉണ്ടായി. ആ കുട്ടിയുടെ തലയിൽ അദ്ദേഹം ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സുരുചി എന്ന് പറയുന്ന രണ്ടാനമ്മ അങ്ങോട്ട് വരുന്നത്. ഉടനെ തന്നെ തൻ്റെ ഭർത്താവിനെ ദഹിപ്പിക്കുന്ന തരത്തിലൊരു നോട്ടം നോക്കി. ആ സുരുചിയുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ കുട്ടിയെ എടുത്ത് മടിയിൽ വെച്ചത് ഈ ഭാര്യയ്ക്ക് ഇഷ്ടമായിട്ടില്ല. ഉടനെ തന്നെ സുരുചിയുടെ ആക്രോശം ഉണ്ടായി. ധ്രുവന് നേരെ അച്ഛൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. പാവം ധ്രുവന് വലിയ തരത്തിലുള്ള വിഷമമുണ്ടായി. സഭയിൽ അപമാനിക്കപ്പെട്ടു. അത് പോട്ടേന്ന് വയ്ക്കാം, സ്വന്തം അച്ഛൻ്റെ മടിയിൽ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ തനിക്ക് എന്ന് ധ്രുവന് തോന്നി. വളരെയധികം ബഹുമാനത്തോടു കൂടി വിഷമത്തോടു കൂടി രണ്ടാനമ്മയോട് ധ്രുവൻ ചോദിച്ചു, അമ്മേ ഇതെൻ്റെ അച്ഛനല്ലേ, അച്ഛൻ്റെ മടിയിൽ ഇരിക്കാനുള്ള അവകാശം എനിക്കില്ലേ, ഞാനൊന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. ആ സമയത്ത് അത്യധികം അഹങ്കാരത്തോടു കൂടി സുരുചി പറയുന്നു, നിന്റെ അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ നീ എൻ്റെ ഗർഭത്തിൽ വന്ന് ജനിക്കണം. അത്രയധികം വിഷമിച്ച് പാവം ധ്രുവൻ അമ്മയുടെ അടുത്തേക്ക് പോയി, സുനീതിയുടെ അടുത്തേക്ക് അമ്മയോട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മ പറഞ്ഞു, മോനെ ഇതൊക്കെ നമ്മുടെ വിധിയാണ്, വേറെ നിവൃത്തിയൊന്നുമില്ല. പക്ഷെ ധ്രുവൻ അങ്ങനെ അത് വിധിയാണെന്ന് പറഞ്ഞ് അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അടങ്ങിയിരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, ആരെ പ്രസാദിപ്പിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ഞാൻ ഇതിന് തക്ക രീതിയിലുള്ള ഒരു വരം സമ്പാദിച്ചിട്ട് ഇങ്ങോട്ട് വരുള്ളൂ. ആ സമയത്ത് ആ കുട്ടി 5 വയസ്സോ 6 വയസ്സൊക്കെ പ്രായമുള്ളൂ. ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. ആരെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല, എന്ത് മന്ത്രമാണ് ചൊല്ലേണ്ടതെന്ന് അറിയില്ല. പല ആളുകളെയും കാണും, ഉപദേശം ചോദിക്കും, ആരിൽ നിന്നും കൃത്യമായിട്ടുള്ള ഉത്തരവൊന്നും കിട്ടിയില്ല. അങ്ങനെ നടന്ന് അദ്ദേഹം ഒരു വനപ്രദേശത്തെത്തിയ സമയത്ത് അവിടെ സാക്ഷാൽ ശ്രീനാരദ മഹർഷിയെ കണ്ടു എന്നാണ്. നാരദ മഹർഷിയോട് അദ്ദേഹം ഉണ്ടായ കാര്യങ്ങളൊക്കെ വിവരിച്ചു. ആ സമയത്ത് ആദ്യം നാരദ മഹർഷി ആ കുട്ടിയെ ഒന്ന് ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു. ഉണ്ണി, നീ ചെറിയ കുട്ടിയാണ്, കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു സുഖ സൗകര്യങ്ങളും ഉണ്ടാവില്ല,
വനത്തിൽ പോയി തപസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ക്ലേശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ദയവായി ഇപ്പൊ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകൂ എന്ന് ആദ്യം സമാധാനിപ്പിച്ചു. പക്ഷെ ധ്രുവന്റെ ഉള്ളിൽ അത്രയധികം ഭക്തിയും നിശ്ചയദാർഢ്യവും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ പ്രസാദിപ്പിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്നാണ്. ആ കുട്ടിയിൽ നാരദ മഹർഷി ഒരു ഉത്തമനായിട്ടുള്ള ഭക്തനെ കണ്ടു. അവന് അദ്ദേഹം ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ് ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം. ധ്രുവൻ അത് ചൊല്ലി ഭഗവാനെ ഭജിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഭജിക്കേണ്ടത് എന്നൊക്കെ നാരദ മഹർഷി പറഞ്ഞു കൊടുത്തിരുന്നു. അതുപോലെ അദ്ദേഹം അനുഷ്ഠിച്ചു. ഭഗവാന്റെ പ്രസാദം ഉണ്ടായി. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ധ്രുവനുണ്ടായിട്ടുള്ള സന്തോഷം എത്രത്തോളാണെന്ന് പറയാൻ വയ്യ. അത്രയധികം ഭഗവാനെ സ്തുതിക്കുന്നു ധ്രുവൻ. അതിനുശേഷം ഭഗവാൻ ചോദിക്കുന്നു, ഉണ്ണി നിനക്ക് എന്ത് വരാണ് വേണ്ടത്? അല്ലേ, നമ്മളൊക്കെ ഭഗവാൻ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്തൊക്കെ വരങ്ങളാണ് ചോദിക്കാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഭഗവാനിൽ നിന്ന് നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്. ധ്രുവൻ എന്ന് പറയുന്ന 7 വയസ്സുള്ള കുട്ടി ഭഗവാനെ നേരിട്ട് മുമ്പിൽ കിട്ടിയപ്പോഴും ചോദിച്ചത്, ഭഗവാനെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ മടിയിൽ ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാക്കി അനുഗ്രഹിക്കണേ എന്നാണ്. അതായിരുന്നു നിഷ്കളങ്കത ധ്രുവൻ്റെ. ഭഗവാന് പോലും തോന്നിയതാണ്, ധ്രുവനെ എടുത്ത് കുറച്ചു നേരം എൻ്റെ മടിയിൽ ഇരുത്തിയാലോ, ലക്ഷ്മി ഭഗവതിക്ക് മാത്രം ഇരിക്കാൻ ഭാഗ്യം കിട്ടുന്ന ആ ഭഗവാന്റെ മടിത്തട്ടിൽ ഇരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളാണ് ധ്രുവൻ. ആ ധ്രുവനെയാണ് ഭഗവാൻ പിന്നീട് ഉയർത്തുന്നത്. അപ്പൊ നോക്കൂ, നമുക്ക് എങ്ങനെയുള്ള കുട്ടികളെയാണ് വളർത്തിയെടുക്കേണ്ടത്? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ പ്രഹ്ലാദനെ പോലെ ധ്രുവനെ പോലെ ഭക്തരായിട്ടുള്ള കുട്ടികൾ ഒരു തലമുറ നമുക്ക് വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. ഭഗവാന് വേണ്ടി എന്തൊക്കെ ത്യജിക്കാനും ഞങ്ങൾ തയ്യാറാണ്, അതിനെത്രയൊക്കെ ക്ലേശങ്ങൾ അനുഭവിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന പ്രഹ്ലാദനെ പോലെ ധ്രുവനെ പോലെ ഗോപികമാരെ പോലെയൊക്കെയുള്ള അത്യധികം ഉത്തമന്മാരായിട്ടുള്ള ഭക്തന്മാരെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. അതിനാണ് ശ്രീമദ് ഭാഗവത്തിലെ കഥകളൊക്കെ കുട്ടികൾക്ക് ഈ വൈശാഖ മാസക്കാലത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കുട്ടിയും പ്രഹ്ലാദനെ പോലെ ധ്രുവനെ പോലെ ഗോപികമാരെ പോലെ ഉത്തമരായിട്ടുള്ള ഭക്തരായിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ. നിരന്തരം കൃത്യമായി പൂജിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ദൈവിക സാന്നിധ്യം ഉണ്ടാകും. അതുപോലെ കൃത്യമായും ചിട്ടയായും സന്ധ്യാപ്രാർത്ഥന നടത്തുന്ന വീടുകളിൽ ഈശ്വര സാന്നിധ്യവും ഉണ്ടാകും. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഇത് കോഴിക്കോടിനടുത്തുള്ള തിരുവച്ചിറ ശ്രീകൃഷ്ണ ക്ഷേത്രം. നശ്വരമായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താക്കളാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ. അതുകൊണ്ടുതന്നെ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യവുമുണ്ട്. വിഷ്ണു എന്ന പദത്തിന് വ്യാപനശീലമുള്ളവൻ എന്നാണ് അർത്ഥം. പാർത്ഥസാരഥി സങ്കല്പമാണ് തിരുവച്ചിറ ക്ഷേത്രത്തിലുള്ളത്. വിഷ്ണുവിന്റെ അവതാരമൂർത്തികളിൽ വിഷ്ണു ഭക്തർക്ക് പ്രിയങ്കരമായിട്ടുള്ളത് ശ്രീകൃഷ്ണനാണ്. അവതാരം, ആവേശം, അംശം എന്നിങ്ങനെ 3 തരത്തിലുള്ള അവതാരങ്ങൾ മഹാവിഷ്ണുവിനുണ്ട്. പൂർണ്ണ ശക്തിയുള്ളത് അവതാരം, താൽക്കാലിക ശക്തിയുള്ളത് ആവേശം, അംശം കൊണ്ട് ജനിക്കുന്നത് അംശ അവതാരം എന്നിങ്ങനെയാണത്. മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ അസംഖ്യമുണ്ട്. മഹർഷിമാരും മനുക്കളും ദേവന്മാരും മനുപുത്രന്മാരും മഹാവിഷ്ണുവിന്റെ അംശാവതാരങ്ങളത്രേ. പൂർണ്ണാവതാരങ്ങൾ 10 കണക്കാക്കപ്പെടുന്നു. ഭൃഗു മഹർഷിയുടെ ശാപം മൂലമാണ് മഹാവിഷ്ണുവിന് പൂർണ്ണമായും അംശമായും പല അവതാരങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുള്ളത്. ടിപ്പുവിന്റെ പടയോട്ടത്തിൽ നാശോന്മുഖമായ ഈ ക്ഷേത്രം 1103 മഹാരാജ മാനവിക്രമ സാമൂതിരിപ്പാടാണ് ഇന്നത്തെ നിലയിലാക്കിയത് എന്ന് പറയപ്പെടുന്നു. ക്ഷേത്ര സംസ്കാരത്തിന് അപജയം സംഭവിക്കാതെ നിലനിർത്തുവാനും വിശ്വാസികളുടെ അഭയകേന്ദ്രമായി ക്ഷേത്രങ്ങളെ മാറ്റുവാനും സാമൂതിരി രാജാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായി കോഴിക്കോട്ടുള്ള മിക്ക ക്ഷേത്രങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. കൃത്യമായി പഴക്കം നിശ്ചയിച്ചിട്ടില്ലാത്ത തിരുവച്ചിറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ പാർത്ഥസാരഥി ധ്യാനത്തിൽ
വലതുഭാഗം മഹാലക്ഷ്മിയോടും ഇടതുഭാഗം ഭൂമിദേവിയോടും കൂടിയുള്ള മഹാവിഷ്ണു സങ്കല്പത്തിലുള്ളതാണ്. അതിനാൽ ലക്ഷ്മി നാരായണ പൂജയ്ക്ക് ഇവിടെ ഏറെ പ്രാധാന്യമുണ്ട്. ക്ഷേത്രം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തെയാണ്. ശരീരത്തെ സ്ഥൂലമെന്നും സൂക്ഷ്മമെന്നും കാരണമെന്നും മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. സ്ഥൂല ശരീരഭാഗങ്ങളായ തല മുതൽ കാല് വരെയുള്ള ഭാഗങ്ങളെയാണ് ക്ഷേത്രത്തിലെ ശ്രീകോവിൽ മുതൽ ഗോപുരം വരെയുള്ള ഭാഗങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. സ്ഥൂല ശരീരം ഭൂമിക്ക് സമാന്തരമായും സൂക്ഷ്മ ശരീരം ഭൂമിക്ക് ലംബമായും രൂപകൽപ്പന നൽകി നിർമ്മിച്ചതാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. സമാന്തര രേഖയും ലംബരേഖയും കൂട്ടിമുട്ടുന്ന സ്ഥാനത്താണ് ചൈതന്യം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഷ്ഠാമൂർത്തി സങ്കല്പം. മഹാവിഷ്ണുവിന്റെ സപരിവാര പൂജ നടത്തുന്നതിന് പ്രത്യേക വിധികളുണ്ട്. ലക്ഷ്മി, ധാതാവ്, വിധാതാവ്, ഗംഗ, യമുന, നവനിധികൾ, വാസ്തുപുരുഷൻ, ശക്തി, കൂർമ്മം തുടങ്ങിയവ വിഷ്ണുവിന്റെ പരിവാരങ്ങളാണ്. ആദ്യം സമസ്ത പരിവാരങ്ങളോടുകൂടി അച്യുതനെ നമസ്കരിക്കണം. പിന്നെ ധർമ്മത്തെയും ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും ഐശ്വര്യത്തെയും അധർമ്മം, അവൈരാഗ്യം തുടങ്ങിയവയെയും കന്ദം, നാളം, പത്മം, കേസരം, കർണിക എന്നിവയെയും 4 വേദങ്ങളെയും 4 യുഗങ്ങളെയും സത്വരജസ്തപോ ഗുണങ്ങളെയും പൂജിക്കണം. തുടർന്ന് അർക്കമണ്ഡലം, സോമമണ്ഡലം, വഹ്നിമണ്ഡലം തുടങ്ങിയവയെയും കഴിഞ്ഞ് നവശക്തികളെയും പൂജിക്കണം. തുടർന്ന് ദുർഗയെയും സരസ്വതിയെയും ഗണപതിയെയും പൂജിക്കണം. ഹൃദയം, ശിരസ്, ശിഖ, കവചം, നേത്രം തുടങ്ങിയവയെയും അനന്തരം ശംഖം, ചക്രം, ഗദ, പങ്കജം, ശ്രീവത്സം തുടങ്ങി ദശദിക്പാലകരെയും അസ്ത്രത്തെയും പൂജിക്കുന്നതോടുകൂടി മഹാവിഷ്ണുവിന്റെ സപരിവാര പൂജ അവസാനിക്കുന്നു. തിരുവച്ചിറ ക്ഷേത്രത്തിന് മുൻവശത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ചിറ ഏകദേശം 5 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്നു. തിരുമുമ്പിൽ ചിറ എന്ന സങ്കല്പം തിരുവച്ചിറ എന്ന പേരിൽ അറിയപ്പെട്ടതാകാം എന്നാണ് ഐതിഹ്യം. ജലാശയത്തിലേക്ക് ദൃഷ്ടി ഊന്നി നിൽക്കുന്ന മഹാവിഷ്ണു പ്രതിഷ്ഠ ഒരു പ്രത്യേകതയായി ഭക്തജനങ്ങൾ കണക്കാക്കുന്നു. തിരുവച്ചിറയിലെ ഈ ചിറയെപ്പറ്റി ഇങ്ങനെ ഒരു ഐതിഹ്യം പറഞ്ഞു കേൾക്കുന്നു. സാമൂതിരി രാജാവിന് സന്താനഭാഗ്യം ലഭിക്കാനായി പരദേവതാ ക്ഷേത്രമായി അന്നു കണക്കാക്കിയിരുന്ന തിരുവച്ചിറയിൽ ഒരു ചിറ കുഴിച്ച് ക്ഷേത്രത്തിലേക്ക് വഴിപാടായി നൽകി. തുടർന്ന് സാമൂതിരി രാജകുടുംബത്തിന് ശ്രീകൃഷ്ണ കൃപയാൽ സന്താനഭാഗ്യവും ലഭിച്ചു. 5 ഏക്കറോളം വരുന്ന ചിറ ഭാഗികമായി മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. ശ്രീകോവിൽ മതിൽക്കെട്ടിനകത്തു തന്നെയാണ് ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീകോവിലിന് പുറത്തായി അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രം വകയായി സംസ്കൃത പഠനം, മാതൃസമിതി രൂപീകരിച്ച് ആതുര സേവന പ്രവർത്തനങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. ക്ഷേത്ര മാതൃസമിതി പ്രവർത്തകർ ക്ഷേത്ര പരിസരങ്ങളിലുള്ള വീടുകളിൽ നിന്നും ക്ഷേത്രത്തിലേക്കായി അരി സ്വീകരിക്കാറുണ്ട്. ഇത് പിടിയരി എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ ശേഖരിക്കുന്ന അരി ക്ഷേത്രത്തിൽ നടത്തുന്ന ഉദയാസ്തമയ നാമജപ ദിവസം അന്നദാന ചടങ്ങിന് ഉപയോഗിക്കുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, അച്യുതാനന്ദ ക്ഷേത്ര ആരാധന നിലവിലുണ്ടായിരുന്ന കാലം തൊട്ടു തന്നെ
ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വേദപഠനം നടത്തിയിരുന്നു. ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള മന്ത്രതന്ത്ര പഠനം സമൂഹത്തിൻ്റെ വികാസത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ട്. സംസ്കൃത പഠന ക്ലാസുകൾ വഴി ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ചും അറിവുകൾ പകർന്നു നൽകുന്നതിലൂടെ പുതുതലമുറയെ വാർത്തെടുക്കുന്നതിന് ക്ഷേത്രങ്ങൾക്ക് പ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കും. ഇതിന് ഉത്തമ ഉദാഹരണമായി തിരുവച്ചിറ ക്ഷേത്രത്തെ കാണാൻ സാധിക്കും. മേടമാസത്തിലെ മകയിരം നാളിൽ തിരുവച്ചിറയിലെ പ്രതിഷ്ഠാദിനം വിശേഷാൽ പൂജകളോടെ ആഘോഷിച്ചു വരുന്നു. വൃശ്ചിക മാസത്തിലെ ഏകാദശി ഉത്സവമായിട്ടാണ് ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നത്. വിശേഷാൽ വഴിപാടുകളായി ഉപദേവന്മാർക്ക് ഒരു ദിവസത്തെ മുഴുവൻ പൂജ, സന്താന ഗോപാല പൂജ, കുട്ടികളുടെ വിദ്യാലാഭത്തിനു വേണ്ടി വിദ്യാരാജഗോപാല മന്ത്രാർച്ചന എന്നിവ നടത്തിവരുന്നു. ക്ഷേത്ര ആചാരങ്ങൾ കർശനമായി പാലിച്ച് മനസ്സിനെ അമലവും ഏകാഗ്രവുമാക്കി ക്ഷേത്രദർശനം നടത്തുന്ന ഭക്തനിലേക്ക് സൂക്ഷ്മമായ മൂർത്തി ചൈതന്യം സന്നിവേശിച്ച് ഭക്തമനസ്സിൽ നവീകരണം നടക്കുന്നു. മനസ്സിൻ്റെ നവീകരണമാണ് ക്ഷേത്ര സംസ്കാരമായി പരിണമിക്കുന്നത്. ഏറ്റവും വലിയ അറിവ് എന്താണ്? ഞാൻ ആരാണ് എന്ന സ്വയം തിരിച്ചറിവാണത്. അതിനുവേണ്ടിയുള്ള അന്വേഷണമാണ് നമ്മെ സത്കർമ്മ നിരതരാക്കുന്നത്. അത് അന്വേഷിക്കാതെയുള്ള ജീവിതം ലക്ഷ്യമില്ലാത്ത യാത്രയാണ്. നമ്മുടെ കഴിവ്, പരിമിതി എന്നിവ അറിഞ്ഞു പ്രവർത്തിച്ചാൽ ജീവിത വിജയം നേടാം. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.